ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. സ്തോത്രം. 1-ാം അധ്യായം എടുക്കാം. 35-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. സ്തോത്രം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മതി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയയുടെ അടുക്കൽ ദൂതനും മറിയയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനകത്തെ ഒരു വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഏദനിൽ തൊട്ട് പ്രവചനം കിടക്കുക, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പമോ അവന്റെ കുതികാൽ തകർക്കും. അക്കാലത്തെ കന്യകമാരെല്ലാം വിവാഹപ്രായത്തിന് അടുക്കുന്നതിന് മുമ്പേ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും, മോളെ നിന്റെ കാലത്ത് ക്രിസ്തു ജനിക്കും. സ്തോത്രം. അവർ കാത്തിരിക്കുക. ഒരു ദിവസം മറിയ മുറിയിലിരിക്കുമ്പോൾ ദൂതൻ വന്ന് മറിയോട് പറയുക, 30-ാം വാക്യം. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മറിയ പോലും അറിഞ്ഞില്ല, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഓ, എത്ര സുന്ദരം വാക്യ. നിന്നോട് ദൂത് പറയാം, നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ബൈബിളിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾക്ക് കൃപ ലഭിച്ചാൽ ഒരു കാര്യം മാത്രമല്ല, തമ്പുരാൻ ഈ കൃപ പകരുന്നത് ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ പറയാം, ഈ ദിവസങ്ങളിൽ നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുക, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ, നിനക്ക് ദൈവത്തിന്റെ. ഒരിക്കലേ ബൈബിളിൽ ഒരു മനുഷ്യനെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കാര്യം, പുള്ളിക്ക് ജഡത്തിലൊരു ശൂലം കിട്ടിയിരിക്കുക. അത് മാറ്റി തരാനായിട്ട് 3 വട്ടം പുള്ളി പ്രാർത്ഥിച്ചു. നമ്മുടെ ഭാഷ 3:21 ഇരുന്നു. അങ്ങനെയില്ല, ഞാനങ്ങ് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം ദൈവം ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ശൂലം മാറ്റത്തില്ല, കൃപ തരാം, നിനക്ക് കൃപ തരാം. ഒരാമയും വരുന്നില്ല. ഈ പ്രാർത്ഥിച്ച ചില സൗഖ്യം അന്നേരം കിട്ടും, ചിലർക്ക് സൗഖ്യം കിട്ടത്തില്ല, കൃപ കിട്ടും. ഒരാമയും വരുന്നില്ല. ആ രോഗം ഉണ്ട് താനും, അവൻ രാജകീയമായി നടക്കുന്നുണ്ട്. അതിന്റെ പേരാ കൃപ. ഒരാമയും വരുന്നില്ല. മറിയയ്ക്ക് മാത്രമല്ല ബൈബിളിൽ കൃപ ലഭിച്ചത്, ഒത്തിരി പേർക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. ഒരാമയും പറയണം. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുക്ക് ചെന്നേച്ച ദൂതൻ പറയുക, മറിയേ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എത്ര വായിച്ചാൽ മതി. മറിയേ ഭയപ്പെടണ്ട, നിനക്ക്. നിങ്ങൾക്കറിയോ, മുറിയുന്ന മറിയ അന്തം വിട്ട് വെളി വരിക. പണ്ടൊരിക്കൽ സെക്രട്ടറിയാവ് ശുശ്രൂഷിക്കാൻ കയറിയ അന്തം വിട്ട് വെളി വരിക. ആൾക്കാരിൽ വെച്ച് എന്തുവാന്നു അവൻ പറഞ്ഞു, ഒന്നും പറയാനില്ല. എന്നാ കാര്യം? ഭയങ്കര ഇടപെടലായിരുന്നു അകത്ത്. അവര് ചോദിച്ചു, എന്തുവാ? പിന്നെ ചോദിച്ചവൻ പറഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ട് പറയാം. പറയത്തില്ല, കാണിക്കാം. മറുപടി. നിങ്ങൾ ശ്രദ്ധിക്കണം. ശുശ്രൂഷ ഞാൻ കയറുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയോട് സാധാരണമല്ലാത്തത്, ഇന്നൊരു ശബ്ദമേനും കേൾപ്പിക്കണം, ഇന്നൊരു സ്വപ്നമേനും തരണം, ഇന്നൊരു ചിലരുടെ ഉള്ളു കൊതിക്കുക, ഇന്ന് കൃപ താപ്പ, കൃപ വേണമപ്പ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവ, ഓ ഹല്ലേലൂയ, എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പ് തരിക. എത്ര പേര് ദൈവത്തോട് കൃപ ചോദിക്കും? മറിയനെടുക്കുന്നവന്, മറിയ നിനക്ക് ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന നോക്കി വെച്ചാൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നെന്ന് പറ. പൗലോസ് പറയാം, നിന്റെ വായിന്ന് വരുന്ന വാക്ക് പറ, വായിന്ന് വരുന്ന വാക്ക്. എന്നിട്ട് ആദ്യം ഒന്ന് ചോദിച്ചാല്, കൃപയോടുള്ള വാക്കാണോ വരുന്നതെന്ന് ചോദിച്ചു. ചുമ്മാ ചോദിര്, നിന്റെ വായിന്ന് വരുന്ന വാക്ക്. ഇന്നലെ വൈകിട്ട് 8:45 പറഞ്ഞ വാക്ക് ഇവിടെ നോക്കി. കൃപയോടുള്ള വാക്കായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട് സ്വർഗമായിരുന്നു.
വീട് സ്വർഗമാക്കണം, വീട്ടിലുള്ള എല്ലാവരും കൃപയോടുള്ള വാക്ക് പറഞ്ഞാൽ ചെല്ലു. മനസ്സിൽ പറയാ, പാഷ നിർത്തല്ലേ, ഒന്നുകൂടെ പറ. കർത്താവിന് ഇഷ്ടമുണ്ട് നിന്റെ അടുക്കൽ വന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്ന. നോഹയ്ക്ക് കൃപ പകർന്നവൻ, പൗലോസിന് കൃപ പകർന്നവൻ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് കൃപ തരാൻ പോവുക. നിനക്ക് 1 കോടി തരാമെന്നല്ല, നിനക്ക് കൃപ തരാം. ഓ, പ്രതിസന്ധിയിൽ നിൽക്കാൻ കൃപ തരാം. ഓ മറിയേ, നിനക്ക്. ചിലരുടെ പ്രാർത്ഥനാ ശൈലി ഈ ദിവസങ്ങളിൽ മാറണം. കൃപ ചോദിക്കണം ദൈവത്തോട്. ഓ, രാമിയും പറഞ്ഞാട്ട് ഇതുവരെ ഈ ദിവസങ്ങളിൽ നിന്നെ വിശേഷ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഓ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ അസാധാരണമായത് എന്തോ നിന്റെ ലൈഫിൽ നടക്കാൻ പോവുക. മനസ്സുകൊണ്ടെന്ന് പറ, കർത്താവേ, കൃപ എൻ്റെ മേൽ. ആമീൻ. ദൂതന്റെ അടുക്കൽ മറിയ വന്നിട്ട് പറയുക, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ദിവസങ്ങളിൽ ചിലരുടെ മുമ്പിൽ നീ സാക്ഷി പറയാൻ പോവാ. ഞാനിപ്പോ ഒരു ശബ്ദം കേൾക്കുക, നീ സാക്ഷി പറയാൻ പോവാ, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന്. ഓ, എത്ര പേരാകെ ചില വിഷയത്തിനകത്ത് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന്. ഓ, നീ സാക്ഷി പറയാൻ പോവാ. റംബ പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു, കൃപ തരാമെന്ന് പറഞ്ഞു. ഓ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവശബ്ദം കേട്ടോണ്ടാ ഇന്ന് ദൂത് പറയുന്നേ. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിന്റെ തലമുറയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ സാക്ഷി പറയാൻ പോവാ, എനിക്ക് ദൈവത്തിന്റെ. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് കൃപ ലഭിക്കാൻ പോവാ. കൃപ ലഭിക്കാൻ പോവാ. അടുത്ത 43 ദിവസത്തിനകം ചില അസാധാരണ കാര്യങ്ങൾ പ്രവചിക്കാൻ ദൈവനോട് പറയുക. അടുത്ത 40 നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, നിന്റെ കാതുകൾക്ക് നിന്നെ നോക്കി പ്രവചിക്കാൻ, നിനക്ക് കൃപ ലഭിക്കാൻ പോവുക. നിനക്ക് കൃപ ലഭിക്കാൻ പോവുക. ഇപ്പൊ മറിയ ചോദിച്ചു, ദൂതൻ കുറെ ദൂത് പറഞ്ഞവൻ ചോദിച്ചു, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം കേട്ടോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടച്ച് പ്രവചിക്ക്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒരാമയും വരുന്നില്ല, അളവില്ലാതെ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാം, ചില വാഗ്ദത്തങ്ങൾ ഉടനെ നിറവേറും. ചില വാഗ്ദത്തങ്ങൾ ഉടനെ നിറവേറും. പ്രവാചകന്മാർ പ്രവചിച്ച, ബൈബിള് തുറന്നപ്പോൾ നിനക്ക് ലഭിച്ച വാഗ്ദത്തം, നീ സ്വപ്നം കണ്ട വാഗ്ദത്തം ഉടനെ നിറവേറാൻ പോവുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി. ഓ ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മറിയേ, ഒരാളുടെ ലൈഫിലും നടക്കാത്ത കാര്യം നിന്റെ ലൈഫിൽ മാത്രം നടക്കും. ഇനി ആരുടെ ലൈഫിൽ ഇത് നടക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, നീ ഒരു സ്പെഷ്യലാ. നീ ദൈവത്തിന് വിലയേറിയതാ. ദൈവം പറയാ, നിന്നെ കുറിച്ച് നിനക്ക് കൃപ തരും. അത്യുന്നതന്റെ ശക്തി. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ, മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങളെന്ന് ഫീൽ ആയിട്ടുണ്ടോ? ഉണ്ടോ? ഈ നമുക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ് ആർക്കു വേണ്ടിയും ചെയ്യാത്തതാണല്ലോ നമുക്ക് വേണ്ടി ചെയ്യുന്നേ. അതെന്താ കാര്യം? അത്ര നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻ സ്ട്രോങ് ആ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എതിരാളികൾ എത്ര പേര് തലപൊക്കി വന്നാലും അതൊന്നും നിന്നെ തൊടുകയില്ല. കാരണം ബന്ധം സ്ട്രോങ് ആണ്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ ചിലർക്ക് കൃപ ലഭിക്കും.
ഒന്ന് പറഞ്ഞേ, എന്തുവാ? കൃപ. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, യോഗത്തിന് പോയിട്ട് എന്നാ കിട്ടി? എനിക്ക് കൃപ കിട്ടി. എന്തുവാ കൃപ? അല്പ ദിവസത്തിനുള്ളിൽ നിന്റെ കണ്ണുകൊണ്ട് വിശ്വസിക്കത്തക്ക രീതിയിൽ, കാണത്തക്ക രീതിയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതം